കൊണ്ട് കനാലിൽ കിട്ടാൻ എങ്ങനെ ശരിയാവുക? അവിടെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല. അങ്ങനെ കളിച്ച് അങ്ങനെ ശാശ ഇങ്ങനെ ശരിയാവുക. വാ വാ വാ. എന്തച്ചാലേ നമ്മുടെ 19 നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 18 വർഷം കഴിഞ്ഞ് 19ാമത്തെ വർഷമായിട്ടോ. ഇത്രയും വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ വേനൽക്കാലത്ത് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വെള്ളമില്ലായ. ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നു, നമ്മൾ വന്ന സമയം മുതലാട്ടോ പറയുന്നത് വെള്ളമില്ലായ. എപ്പം നോക്കിയാലും വേനൽക്കാലമായ കുളിക്കാനും ഉണ്ടാവില്ല വെള്ളം, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും ഉണ്ടാവില്ല. അപ്പുറത്തോ ഇപ്പുറത്തോ പോയിട്ട് നമുക്ക് വെള്ളം കൊണ്ടുവരണം. ആദ്യം നമുക്ക് അപ്പുറത്ത് പോയിട്ട് വെള്ളം കൊണ്ടുവരണം. വർഷമൊന്നുമല്ല, ഓർമ്മച്ച കാലം തൊട്ട് ഈ ഒരു ദാരിദ്ര്യത്തിനൊരു മാറ്റില്ല. വെള്ളം എന്താണ് എന്നും ഇപ്പം നമ്മൾ കിണർ കുത്തി അപ്പോഴും ഈ വേനലാകുമ്പോൾ ഇങ്ങനെ തന്നെ വെള്ളം കൊണ്ടുവരുന്ന ഒരു കുറവില്ല. പക്ഷെ അന്ന സമയത്ത് ഇത്ര തന്നെ തോന്നിയിരുന്നില്ല. പിന്നെയാണ് അതങ്ങനെ കൂടി ഓരോ കൊല്ലം കഴിയുന്നതോറും കൂടി വന്നു. ഇപ്പോൾ തീരെ ഒരു 2 ബക്കറ്റ് വെള്ളം പോലും കിട്ടില്ല. 2 വീട്ടിലേക്ക് 2 ബക്കറ്റ് വെള്ളം കിട്ടില്ല. എന്താവാനാണ്? ഓരോ ദിവസം കഴിയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കൂടി വരികയാണ്. അയ്യോ, വെള്ളം എന്താ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ടിലാവുമ്പോൾ ഇത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ 2 സെപ്പറേറ്റ് ഒന്നും കൂടി എന്താ നമ്മള് ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമില്ലാണ്ടൊക്കെ ഗതി കിട്ടുന്നുണ്ട് കേട്ടോ. ആ ബുദ്ധിമുട്ട് എന്തായാലും തീർക്കാന്ന് വിചാരിച്ചു എന്നല്ല, നമ്മൾ കുഴൽക്കിണറിന് സ്ഥാനം അടിച്ചിരുന്നില്ലേ, അവിടെ നമ്മളില്ലേ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. വാ, ആ എന്തോ ആ കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ ഇപ്പോൾ പോണ വഴിയാണില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ കുമ്പളത്തിൻ്റെ അതൊക്കെ പോകും. അത് വേണമെങ്കിൽ കൈക്കോട്ടത്തിൽ ഒന്ന് കൊത്തിക്ക. അത് കൈക്കോട്ടത്തിൽ വേണമെങ്കിൽ വന്ന് കൊത്തിക്ക. വേണമെങ്കിൽ കൊത്തിയെടുത്തോ. അവരിപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെ അവർക്ക് വയ്യാണ്ട് നിൽക്കണത്. ആ മണ്ണെടുക്കാൻ തന്നെ അവർക്ക് വയ്യാണ്ട് നിൽക്കണത്. ഈ കുമ്പള വള്ളി എടുത്ത് തരണം പറഞ്ഞാൽ ഇതിനെ പറ്റി അതൊന്ന് കൊത്തിയെടുക്കാനേ വേണ്ടു. അങ്ങനെ പറിക്കണ്ട. ആ കൈക്കോട്ട് കൊത്തിയിട്ട് പറിക്കാം. അതെ, ഏതാ ഇതിലൊന്നുമില്ല. അവിടെ കട്ടെ. അതെ, ഇത് നിർത്തുമ്പോൾ ഒന്ന് സൈഡാക്കി നിർത്തിയാൽ മതി. ഏതാ വണ്ടി ക്രോസായിട്ട് നിർത്താനേ. ഇത് ഇത്ര നീളമുള്ളതല്ലേ വണ്ടി? ഇത്രയും നീളമുള്ള സാധനമല്ലേ ഇവിടെ നിർത്താൻ പറ്റണ്ടേ? മാങ്ങഞ്ചി അത് നല്ല മാങ്ങഞ്ചിയാണ്. നോക്കിയൊക്കെ മാങ്ങഞ്ചി നല്ലതാ. മാങ്ങഞ്ചി തന്നെ കാട്ടുപോയെ. അതാ ഓ ഇതിപ്പോ എവിടെ കിടന്നപ്പോ എന്താ കുഞ്ഞ? നാളെ ഒന്നുമില്ലേ? വേണ്ട, വണ്ടി കയറണം ഉനക്ക്? വേണ്ടേ? നല്ല സുഖമാണ് ഇതിൽ കയറിയ. വേണ്ട, കയറിക്കടാ. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിയത്. ഈ ചെറിയ പൈപ്പ് ഇതേണ്ട. ഇതാ ഈ പൈപ്പേ. എന്തേ കിട്ടിയോ?
വലിച്ചെടുത്ത പൊട്ടു. ഒരു ഡ്രം മതിയോ? ഒരു ഡ്രം മതിയാവോ? അതിലൊരു ഡ്രം മതിയാവോ? ആ ഇടയുടെ സ്ഥാനം കണ്ടറിഞ്ഞു. നിന്നിട്ടാണോ പരിപാടി? ഓ പൊന്തണ്ടത് അവനോട് ആഗ്രഹമൊക്കെ ഉണ്ടാവും മെല്ലെ വെക്കണമെന്ന്. പക്ഷെ പാർട്ടിയല്ല പൊന്തണ്ട. ആ പണിയെടുത്ത് മതിയായിട്ട് എന്താണ് ഇടക്കിടക്ക് ഇപ്പൊ മറ്റേ വണ്ടി തീരും കിട്ടാനില്ല. അതിനാളെ ഇല്ല ഇപ്പൊ. എല്ലാം കമ്പനി പോറാണ്. തമിഴ്നാട് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ബസ്സിൽ കയറ്റി കൊണ്ടുപോകും. എല്ലാ ചെലവ് കഴിഞ്ഞിട്ട് 500-600 ബൈക്ക് ആയിക്കോട്ടെ. എന്തൊക്കെ കുഞ്ഞത്? എന്താ അത്? അതാ ഒന്നും പറയാനായിട്ടില്ല. എത്ര താഴ്ചയെന്നൊക്കെ അടിച്ചാവുമ്പോഴേ അറിയും. നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും.
നല്ല ദിവസമാണ്, നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ചെയ്തു. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ, 70 അടി കഴിഞ്ഞ മുതൽ പാറയാണ് കേട്ടോ. 70 അവർ 325 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. 270 കഴിഞ്ഞതും വെള്ളം കിട്ടി. പക്ഷെ വെള്ളം കിട്ടിയെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു മിതമായ രീതിയിൽ മാത്രമാണ് വെള്ളം കിട്ടിയുള്ളൂ. പറഞ്ഞിട്ടൊന്നും വെള്ളം പോയില്ല, ആകെ കുറച്ച് വെള്ളം ലേട്ടാ. ഒരുപാട് നല്ല ഇതിലൊന്നല്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് 600 അടി താഴ്ത്തിട്ടോ. വെള്ളത്തിൻ്റെ വെള്ളം ഒരുപാട് വരാത്തതും കൊണ്ട് 600 അടി താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഈ സംഭവം. കുഴൽ കിണർ ലേട്ടാ, വെള്ളം ആയിട്ടുണ്ട്. വെള്ളം കാണുന്നുണ്ടോ? അയ്യോ, ആ കുട്ടി വെള്ളം കാണുന്നുണ്ട് ഇല്ലേ? ഇതെങ്ങനെ നോക്കുക? വേണ്ട, എങ്ങനെ നോക്കണ്ട. അല്ല മറ്റേ ഫോണില് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണും. എന്താ 600 അടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു 5 അടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 599 അടിയിലല്ല വെള്ളം നിൽക്കണേ. ഇങ്ങനെ നോക്കി ഒരു പക്ഷെ വെള്ളം കാണേ. വേണ്ട നിങ്ങൾ ഇടയ്ക്ക് പണ്ടൊക്കെ ഓരോ സിനിമയിൽ കണ്ടിട്ടില്ല. അതല്ല, അത് വലിയ കിണർ അടിച്ചു കഴിഞ്ഞുള്ള പ്രശ്നമാണ്. ഞാൻ ഫോണിൽ നോക്കിയോട്ടെ. എൻ്റെ അടുത്ത് കടക്കാരൻ ചോദിച്ചേ, നിങ്ങളത് നോക്കിയില്ലേ വെള്ളം നോക്കി ചോദിച്ചു. കടക്കാരനോ? എത്രയുണ്ട് വെള്ളം എന്നുള്ളത് നോക്കി വെച്ച് നോക്കുമ്പോൾ ഞാനിതൊന്നും നോക്കാണ്ട പോവുകയും ചെയ്തു. അങ്ങനെയുണ്ടോ? അതിന് പേടിയാവണമെന്ന്. എന്തിന് അവൾക്ക് പേടിയാവും എത്ര? ഏയ് ഇതിൽ പേടിക്കണേ, അത് ഇതല്ലേ വലിയ പൈപ്പാ. കാണണ്ടോ? കണ്ണോട്ട് എടുത്തില്ല. കാണുന്നില്ല കേട്ടോ. ഇതേപോലെ എൻ്റെ വല്യമ്മയുടെ മോളുടെ വീട്ടിൽ 400 അടി താഴ്ത്തിയിട്ടും വെള്ളേ വരുന്നില്ല അത്രേ. വെറും മണ്ണ് മാത്രം വന്നിട്ട് അവർ നിർത്തിപ്പോയി അത്രേ. എന്താ മതിയെന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയി. കുറച്ച് പിറ്റത്തെ ദിവസമായപ്പോൾ അവൾ കല്ലിട്ട് നോക്കിയപ്പോൾ അത്ര ഏട്ടാ കണ്ടത്. ഒരു ചെറിയ മണിക്കല്ലിട്ട് കല്ല് മതി. അത്ര വലുത് വേണം? അത്ര വലുത് വേണ്ട. ഉണ്ട് വെള്ളം ഉണ്ട് കേട്ടോ. ഒരു വന്നോ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ അവള് എങ്ങനെ സൗണ്ട് കേട്ട്? സൗണ്ട് എങ്ങനെ കേട്ട്? അപ്പോ നമ്മുടെ ഇവിടെ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഭാഗത്ത് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാല് നമ്മൾ വിചാരിച്ച് ഈ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ 2 വീട്ടിലേക്കും ഉള്ള ഒരു കിണറാണിത്. വേറെ ഇനി ഇവിടെ എവിടെയും വെള്ളം കുത്തിയാല് കിണർ കുത്തിയാല് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര്. പിന്നെ നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ കിണറും വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് കുഴൽക്കിണറും. പക്ഷേ ഇത് പാറ ചെയ്തും കൊണ്ട് ചിലർ പറഞ്ഞു നല്ല വെള്ളമായിരിക്കും. പിന്നെ 750 അടി ഒക്കെ അടിച്ചു കഴിഞ്ഞു വെച്ചാൽ അതിലും കുറച്ചും കൂടി ഇത് കിട്ടുന്നൊക്കെ പറഞ്ഞോട്ടോ. ഈ 750 അടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പൈസയായിരുന്നു. അപ്പോൾ തന്നെ നമുക്കെന്തോ ദൈവത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യം പോലെ എന്ന് പറയാം. കാരണം 70 അടി കഴിഞ്ഞപ്പം ഫുള്ളും പാറ കണ്ടുകൊണ്ടില്ലേട്ടാ ഈ പൈപ്പ് ഇറക്കേണ്ടി വന്നില്ല. പൈപ്പ് ഇറക്കുകയാണ് പറഞ്ഞു വെച്ചാൽ ഈ 600 അടിക്ക് പൈപ്പ് 600 അടിക്ക് എന്തിനാ പൈപ്പ് ഇറക്കണ്? ആരെങ്കിലും 600 അടിക്ക് പൈപ്പ് ഇറക്കുക? പിന്നെ പാറല്ലെങ്കിൽ ആരെങ്കിലും അടിക്കാൻ നിൽക്കില്ല. ഇല്ല. ഏയ് അത്രക്കൊക്കെ ആരെങ്കിലും ചെയ്യോ? അപ്പൊ പിന്നെ പൈപ്പ് ഇറക്കാണ്ട് എന്താ പാറ കണ്ടാലും അടിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ പറ്റില്ലേ? അല്ലെങ്കിൽ ഏത് കൂടെ വെള്ളം വരുന്നു. വെള്ളം ഉണ്ട് കേട്ടോ. ബൂ പറഞ്ഞിട്ടൊരു സൗണ്ട്, പേടിപ്പിക്കുന്ന ഒരു സൗണ്ട് അല്ലേ? എൻ്റെ വല്യമ്മയുടെ മോള് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഒരുപാട് ശക്തിയിലൊന്നും വെള്ളം വരുന്നില്ലടി, മിതമായിട്ടേ വെള്ളം വരുന്നുള്ളൂ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പ്രസീ പേടിക്കൊന്നും വേണ്ട, എന്തായാലും വെള്ളം ഉണ്ടാവും. ഞങ്ങളുടെ 400 അടി അടിച്ചിട്ട് അന്ന് വെള്ളം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഒരേട്ട അങ്ങനെ പറഞ്ഞു അത്രേ, നിങ്ങൾ വെറുതെ കിണറിലൊരു ചെറിയൊരു കല്ലിട്ട് വെക്കും പറഞ്ഞു അത്രേ. അങ്ങനെ കല്ലിട്ടപ്പോൾ
കള്ളല്ല, കല്ലിട്ടപ്പോൾ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരതിൽ മോട്ടർ വെച്ചിട്ട് അവർക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നുണ്ട് ചേട്ടാ. നമുക്കൊറ്റ ആവശ്യമില്ല, നമുക്ക് 2 വീട്ടിലേക്കുള്ള വെള്ളം കിട്ടണം. ഒരുപാട് അത്യാഗ്രഹമൊന്നുമില്ലേ, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായി. ഒരു 2000 ലിറ്റർ വെള്ളം. 2000 ലിറ്റർ വെള്ളം. അപ്പോൾ ഇത് കുത്തിയവർ പറഞ്ഞത് 5000 ലിറ്റർ വരെ അതിൽ നിന്ന് എടുക്കാമെന്നാണ് പറഞ്ഞത്. അതിനുള്ള ഉറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഇത്രയും ബാധ്യത വന്നതിനൊക്കെ കാര്യമായി. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാധ്യത അവിടെ നിൽക്കും. പിന്നെ 2 രൂപ എന്നല്ല, ഇതിന് മര്യാദ ചിലവ് വന്നാ. ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തില്ല. കാരണം ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്ര താഴ്ചയൊന്നും. കാരണം നമുക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ അവിടെ കുത്തിയതൊക്കെ 300 അടി താഴ്ചയിലേ കുത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവർക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടി. പക്ഷെ ആ ഒരു ഉറവിൻ്റെ അതേ ലൈനാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ എന്നിട്ട് നമുക്ക് ഉടനെ നമ്മുടെ ഉറവ് ഇവിടുന്ന് അത്ര കാര്യപ്പെട്ട ഒരു ഉറവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ തൊടി തറവാടിൻ്റെ അത് എവിടെ, അതെ ഈ 2 തൊടി ഫുള്ള് സ്കാൻ ചെയ്ത് നോക്കി എവിടെങ്ങനെ ശരിക്കുള്ള ആ വെള്ളത്തിൻ്റെ ഫോഴ്സുള്ള റിസൾട്ട് എവിടെയും വന്നില്ല. അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് വെള്ളം ഉണ്ട് തോന്നിയത് വടകനെയാണ്. വേറെ എവിടെ ഇല്ല, ഈ തൊടിയിൽ വേറെ എവിടെ വെള്ളം കിട്ടില്ല കേട്ടോ. അത് വലിയൊരു പ്രശ്നമായി. എന്തായാലും ഇതിൽ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 അപ്പുറം 2 കൊട്ടും ബുദ്ധിമുട്ടിയായിരുന്നു. ഇന്നൊന്നും സത്യം പറയാച്ച ഒരു തുള്ളി ഒരു ബക്കറ്റ് വെള്ളം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ മണ്ണായി, മണ്ണാക്കണ്ടടാ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കുറച്ച് പോയി കുളിച്ചിട്ട് വാ. ആർക്കൊന്നും ആരും ഒരു ബുദ്ധിമുട്ടും പറയില്ല കണ്ടല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കുന്ന പോലെ അല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ പോയിട്ട് കുറച്ച് വെള്ളം തരുമോയെന്ന് ചോദിക്കുന്നത്. നമുക്ക് വെള്ളമില്ലാന്ന് പറഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ടുള്ള ചില സമയത്തില്ലേ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, സങ്കടം വരും ചില സമയത്ത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് 500 ലിറ്ററോ അല്ലെങ്കിൽ 500 ലിറ്റർ വെള്ളമൊന്നും നമുക്ക് തികയില്ല. നമ്മൾ ഇത്രയും ആൾക്കാരുള്ള സമയത്ത് ഇപ്പം നമ്മൾ താഴത്തെ വീട്ടിൽ തറവാട്ടിൽ പോയിട്ടൊക്കെയാണ് കേട്ടോ കുളിക്കുക. ഇവിടെ കുളിച്ച് കഴിഞ്ഞ് വെച്ചാൽ എന്താ വെച്ചാൽ ഉള്ളിൽ കൂടെ വെള്ളം കൊണ്ടുവന്ന് ആക്കുമ്പോഴേക്കും ടൈലിൽ കൂടെ വെള്ളമാവും, ചളിയാവും, അത് പിന്നെ തുടയ്ക്കാന്ന്. അവിടെ ആകുമ്പോൾ വെള്ളം കോരിക്കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമിൽ ഉപയോഗിക്കും. ബാത്റൂം സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് വീട്ടിൻ്റെ ഉള്ളിലല്ലാണ്ട് പുറത്ത് ശരിക്കും സെപ്പറേറ്റ് ഒരു ബാത്റൂം വേണമായിരുന്നു എന്നുള്ളതിലേട്ടാ. നമുക്ക് അതിനുള്ള സ്ഥലമില്ല. എല്ലാവരും ഇന്നലെ പറയുന്ന ആൾക്കാർ ഏടാകൂടത്തൊരു വീട് വെച്ച പോലെ നിങ്ങൾക്ക് തീരെ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ വെള്ളം കിട്ടാൻ സ്ഥാനം വേണം. ഏടാകൂടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ ഉള്ളൂ. തറവാട്ടിൽ പോയിട്ട് അവിടെ ഇപ്പോൾ ഏടാകൂടം അല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് അവിടെ സ്ഥാനം കിട്ടണ്ടേ. ഇത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ കുത്തിയതല്ല. നമ്മളത് സ്കാൻ ചെയ്യുന്ന ആളെ വിളിച്ച്, സർവേ ചെയ്യുന്ന ആളെ വിളിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. അല്ലാണ്ട് നമ്മൾ വെറുതെ ഊഹത്തിൽ ചെയ്തൊന്നുമല്ല. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന സ്ഥാനത്ത് അത് കറക്റ്റ് ആ ഒരു പോയിന്റിലേ ഉള്ളൂ, അങ്ങോട്ടും മാറിയല്ല. അത് ഈ സംഭവം കറങ്ങണ സാധനം നല്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കറങ്ങും. ഞാൻ ഫോണിൽ നോക്കിയത്. പക്ഷെ നമ്മുടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ കറങ്ങുന്നുള്ളൂ. ശരിക്കും അതിങ്ങനെ നന്നായിട്ട് നല്ല സ്പീഡിൽ കറങ്ങും. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഫോഴ്സ് ഉള്ളൂ. അങ്ങനെ ഫോഴ്സ് നമുക്ക് ഇവിടെ ഇല്ല. ഈ തൊടിയിലും ആ തൊടിയിലൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ നമ്മുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് ഉള്ള രാധേട്ടൻ്റെ വീട് പറഞ്ഞാൽ വെച്ചാൽ നല്ല താഴ്ചയിലാണ്. അവർ സാധാ കിണറാണ് കേട്ടോ കുത്തിയിരിക്കുന്നത്. അവിടെ വെള്ളമുണ്ട്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം. ഈ രാധേട്ടൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പിന്നെ കംപ്ലീറ്റും പാടങ്ങളാണ്. പക്ഷെ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് പോലും നമുക്കിവിടെ വെള്ളം കിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഈ ഒരു 70 അടിയിൽ ഒരു 50 അടി താഴ്ചയ്ക്ക് ശേഷം പാറയാണ്. അത്രയ്ക്കും പാറ അവിടെ ഫുള്ളായിട്ട്. പിന്നെ അവിടെ നിന്ന് 600 വരെ പാറ നിൽക്കുക. അപ്പോൾ അത്രയും പാറ തുളച്ചിട്ടും അതിൽ ഒരു വെള്ളം വരുന്ന ഒരു അറ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാറ. അവർ പറഞ്ഞു ഒരേ പാറ തന്നെ. പാറ വന്നൊരു ജോയിൻറ്റ് അടുത്ത പാറ വരുമ്പോഴാണ് അതിൻ്റെ ലെയറിലാണ് വെള്ളം വരിക എന്നാണ് പറഞ്ഞത്. ഒറ്റ പാറ. അത് കാരണമാണ് ഇത് 600 വരെ അടിച്ചിട്ട് ഒന്നും ആവാഞ്ഞെന്ന് പറഞ്ഞു. നമ്മുടെ കഷ്ടകാലം എന്തോ ഭാഗ്യത്തിന് 270 തൊട്ടിട്ട് ഫസ്റ്റത്തെ ഒരു ഉറവ് വന്നു. പിന്നെ ഒരു 325 അടുത്തൊരു ഉറവ് വന്നു. അതൊക്കെ ചെറിയ ഉറവാണ്. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. കണ്ടറിയാം. വെള്ളം പമ്പിയാൻ തുടങ്ങിയാലാണ് അതിൽ എത്ര കണ്ട സ്പീഡിലാണ് വെള്ളം വരുന്നത് എന്നുള്ളത് അറിയും. എന്തായാലും വെള്ളത്തിൻ്റെ ലെവൽ മേലെയല്ല, കുറച്ച് താഴെ തന്നെയാണ് നിൽക്കുന്നത്. മോളിക്കല്ല കേട്ടോ. 500 അടിയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 100 അടി താഴ്ചയായിട്ട് വെള്ളം നിൽക്കുന്ന പോലെ തോന്നി കല്ലിട്ടപ്പോൾ. 500 അടി താഴ്ചയിൽ വെള്ളം നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൊട്ടുകൾ വെള്ളമായി. അത്ര ഈ 5 ഇഞ്ച് വട്ടത്തിൽ 500 അടി ഇല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിട്ടാതിരിക്കില്ല. ഇന്ന് ഉച്ച വരെ വെള്ളം പിടിക്കായിരുന്നു കേട്ടോ. അപ്പുറത്തുനിന്ന് ചെറിയ ഓസിട്ടിട്ട് പിടിക്കുമ്പോഴും അല്ലെങ്കിൽ കോരി കൊണ്ടുവരികയാണെന്ന് പറഞ്ഞാൽ ഉച്ച വരെ പിടിച്ചു. അത് കഴിഞ്ഞ് വന്ന് ചോറുണ്ടാകുന്നപ്പോൾ അല്ലേ ജലനിധിയത്തെ വെള്ളം
സൂ പറഞ്ഞിട്ട് വരുന്നു കേട്ടോ, നല്ല സ്പീഡിൽ. ജലനിധിത്തെ വെള്ളം ശരിക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല. കിട്ടിയാൽ കിട്ടി, ഇപ്പൊ 4 ദിവസമായി, ആവശ്യത്തിന് കിട്ടില്ല. 4 ദിവസമായിട്ടോ. ഇന്ന് വെള്ളം വന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ട് അതിന് വെള്ളം വരുന്ന പറഞ്ഞാൽ ഞാൻ വെള്ളത്തെ ആശ്രയിക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ 1000-ന്റെ ഒരു 10 ടാങ്ക് വാങ്ങിക്കാൻ പറ്റും, എന്താ അല്ലെങ്കിൽ 4 ടാങ്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. 4 ദിവസമായി നമ്മൾ തുണി തിരുമ്പിയിട്ട് തന്നെ. അതാണ് പ്രശ്നം. എന്താ 1-2 ദിവസമല്ല, 4 ദിവസമായിട്ട് തുണി തിരുമ്പിയിട്ട്. കാരണം തുണി അല്ല, തിരുമ്പുകയാണ്. എന്തൊക്കെയാണെങ്കിലും ശരിക്കും ദാരിദ്ര്യം മാറിയ രീതിക്ക് വെള്ളം കിട്ടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ സത്യം പറയച്ചല്ലേ, ഇന്നലെ നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ, എടിപിടിന്ന് തീരുമാനിച്ചാണ്. കാരണം ഇപ്പോൾ ഒരു 2 ആഴ്ചയോളമായിട്ട് നമുക്ക് തീരെ വെള്ളമില്ല. വെള്ളം പിടിയെന്ന് തീരുമാനിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം വെള്ളമല്ലേ. വെള്ളം തീരെ 2 ആഴ്ച. അവസ്ഥ ബുദ്ധിമുട്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് വേറെയല്ലേ. ഇവിടെ നോക്കുമ്പോൾ നോക്കിയൊക്കെ ആ സ്ഥലം മൊത്തം നാശായ പോലെ. ഇനി ആ പാറപ്പൊടി കൊണ്ട് വലിച്ചെടുക്കുമ്പോൾ തന്നെ എത്ര പണിയായി. ആ പാറപ്പൊടി എടുത്തിട്ടില്ല, അടിക്കുമ്പോൾ ഇത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഇത്രയൊന്നും ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. നമുക്ക് ബോർവെൽ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ അടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ വേസ്റ്റ് വരുന്നുള്ളതൊക്കെ അറിയില്ലായിരുന്നു. നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ സാധാരണ കാണില്ല 1-2 കൊട്ടയൊക്കെ. അതിപ്പോൾ ശരിക്ക് ഒരു 2 ഗുഡ്സ് പാറപ്പൊടി തന്നെ ഉണ്ട്. അതൊന്നിനും പറ്റില്ല അത്രേ. അയ്യോ, എന്തിനെങ്കിലുമൊക്കെ പണിക്കെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കെടുക്കായിരുന്നു. നമുക്ക് ഇത് തേക്കാനൊക്കെ ഉള്ളതല്ലേ. എന്നാൽ എന്തിനെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാധനം ഇനി ഒഴിവാക്കണമെന്നുള്ള പണിയോ, അതും നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ മണ്ണുള്ളതാകെ അതാണ്. അതിപ്പോൾ ഒന്നിനും പറ്റാത്ത രീതിക്ക് ഇനി അത് മൊത്തത്തിലെടുത്ത് കളയണത്രേ. മൊത്തം എടുത്ത് കളഞ്ഞിട്ട് വല്ലാത്ത പണി. നമ്മുടെ ചുവപ്പ് മണ്ണ് തന്നെ ആവണം. ഞാൻ അവിടെ കുമ്പളവള്ളി മത്തവള്ളിയൊക്കെ അത്യാവശ്യം വലുപ്പം വന്ന കേട്ടോ, ഒക്കെ പോയി. ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് പോയിട്ടാ. അപ്പോൾ നാളെ നമ്മൾ മോട്ടർ വയ്ക്കും. മോട്ടർ വയ്ക്കാൻ നേട്ടം പോയി മോട്ടറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ശരിക്കും കിണറിനെക്കാട്ടിലും പൈസ ആയത് അതിൻ്റെ സാധനങ്ങൾക്കാണ്. എന്തൊരു വിലയാണ് അതിന്. മോട്ടറിന് വലിയ കുറവാണ്, മോട്ടറിന് വലിയ വിലയില്ല. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള പൈപ്പിനും വയറിന് ഭയങ്കര വില. ഏറ്റവും വില കൂടിയത് അതിൻ്റെ വയറിനാണ്. കാരണം 600 അടി താഴ്ചക്ക് മോട്ടർ നിൽക്കണ്ടേ. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. കോരി എടുക്കാൻ പറ്റില്ല. ഓപ്പൺ കിണറൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 600 അടിയിൽ നിന്ന് എന്തായാലും കോരാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഒരു 9 കോരോ 10 കോരൊക്കെ ഉള്ളത്. ഇത് കോരുന്ന സാധനം ഉണ്ട്. അതെ, അതുണ്ട്. അതും കൊണ്ടൊന്ന് കോരിയിട്ടൊക്കെ ഉണ്ട്. എങ്ങനെ വെള്ളം എടുക്കാനാണ്. ഇപ്പോൾ അവിടുന്ന് മുക്കിക്കൊണ്ടുമ്പോൾ തന്നെ അത് കോരൽ പറഞ്ഞ ഒരു 1.5 അധ്വാനാണ്. ഒരു കോരലിൽ 10 ഒരു കുടം വെള്ളം എന്നറിയത്രേ. അത്ര കിട്ടും. അപ്പോൾ ഒരു 10 കുടം വെള്ളം കിട്ടുമ്പോഴേക്കല്ലേ ഒന്നിനും പറ്റാണ്ടാവും. ഇതിപ്പോൾ കാലിന് നീരുള്ളൂ, ശരീരം മൊത്തം നീരാവും. പിന്നെ അവിടെ കിടക്കേണ്ടി വരും. ഞാൻ കുഴൽക്കിണർ എന്ന് പറയുമ്പോഴേ നമ്മളൊരു ജയറാമിൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ, ഒരു കുട്ടി കുഴൽക്കിണറിൽ വീഴുന്നത്. അത് ഇതല്ല, ആ കിണർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5 ഇഞ്ചാണ്. 7 ഇഞ്ചിലാണോ 9 ഇഞ്ചിലാണോ അറിയില്ല. 9 ഇഞ്ച് കിണറിനോ എന്നൊക്കെ അറിയില്ല. ഒരു കുട്ടിക്കിറങ്ങണം അതിന് വട്ടത്തിൽ വേണ്ട എന്തായാലും. അതില്ല. ആ ഒരു സിനിമ ഓർമ്മ വരും കേട്ടോ. ഞാനപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ഇവിടെ ഉള്ള കുറുമ്പുകളല്ലേ കുത്തിയപ്പോൾ തന്നെ സേതായിട്ടും പറഞ്ഞു, നല്ല ആദ്യം മൂടുക എന്നിട്ട് ചാക്കിടുക എന്നിട്ട് കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നാ. അപ്പം അത് പ്രകാരം അവരെന്നെ മൂടി വെച്ചാണ്. ഇനി അതൊന്നും ഇവിടെ മണ്ണൊന്ന് പൊമ്പിച്ച് വെക്കണം. നമുക്ക് കിണറെന്ന് പറയുമ്പോൾ മറ്റേ കിണർ മാറില്ല. ഈ കിണർ ഭയങ്കര ഡേഞ്ചറല്ലേ. 600 അടി താഴ്ചക്കുള്ള കിണറാവുകൊണ്ട് പേടി തന്നെയാണ്. നമുക്കും ആ പേടി തന്നെയൊക്കെ ഇരിക്കുന്നത്. എന്തായാലും മോട്ടർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ അത് ഫില്ലായില്ലേ, പിന്നെ അടപ്പ് തുറക്കാൻ പറ്റില്ല. ലോഡായി നിൽക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും ഒരുപാട് കാലത്ത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ഇന്നലെ നടന്നത്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച രീതിക്ക് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. വെള്ളം കിട്ടുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ആഗ്രഹിച്ച രീതിക്ക് എത്തി. ഞാനും വിചാരിച്ചു അറിയണമെന്നുണ്ടെങ്കിൽ നാളെ മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് എത്ര വെള്ളം കയറുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞാലാണ് പറ്റൂ. നമുക്ക് ഭയങ്കര ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. പ്രതീക്ഷയിൽ എങ്ങനെയെന്നറിയോ, പറഞ്ഞിട്ട് മഴ പോലെ പ്രതീക്ഷ അടിച്ചിട്ടാണ് 600 വരെ എത്തിയത്. ഇതിപ്പോ 220 പോയപ്പോ വെള്ളം കണ്ടപ്പോ അപ്പത്തോട്ട് കാത്തിരിക്കല്ലേ, ഇങ്ങോട്ട് വരണ്ടേ. അത് വരുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തോനെ വെള്ളം ഉണ്ടാവുമല്ലോ. ഈ കുഴൽക്കിണർ അടിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലവർ പറയുക അങ്ങനെ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം കമ്മിയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം. ഇന്നിപ്പോ രാവിലെ വേറെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞോ, ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഈ ഒരു കാര്യം. ആ ഒരു വെള്ളം കണ്ടു കഴിഞ്ഞാലാണ് ഇത് ശരിക്ക് വെള്ളം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ. ഇതിപ്പോൾ വെള്ളം കിട്ടിയ ഭാഗ്യം നിങ്ങളുടെ അത്രയും പറയാം. അപ്പോൾ ഞാനും ആ ഒരു പ്രതീക്ഷ തന്നെ പമ്പ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലാണ് അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് അറിയോ. ഇതിപ്പോൾ കിണർ കുത്തിയ ആള് പറഞ്ഞത് പ്രകാരമല്ല. നമുക്കത് വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പമ്പ് വെച്ച് പമ്പ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ എന്തായാലും നമ്മളതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നാളെ ഉണ്ടാവും, ഫിറ്റ് ചെയ്യാൻ ആൾ വരും. സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ ഇറക്കാണ്ട്. എന്തായാലും
കിണറിനെക്കാട്ടിലും ചിലവായി. അപ്പോൾ വല്ലാത്തൊരു ബാധ്യതയായി. നമ്മുടെ വീട് പണി കഴിഞ്ഞ് അത് തന്നെ നടുനൂരാണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ അടി കിട്ടിയത് വരി വെള്ളമില്ലാതായത്. അപ്പോൾ എന്തായാലും നാളെ അറിയാം അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. എന്തായാലും വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ, വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. അപ്പം അതൊന്നും നല്ലൊരു കാര്യം തന്നെയാണ്. ഒന്നാമത് എന്താണെന്നറിയോ, ഏട്ടന്മാർക്ക് അധികം അറിയില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക്. ഏട്ടന്മാരൊക്കെ അത് അറിഞ്ഞാണ്. നീ വരുന്നതിന് മുന്നേ ഏട്ടന്മാരനെയാണ് ഇതിൻ്റെ അത് അറിഞ്ഞായിരുന്നു. ഞാൻ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അപ്പോൾ അത് അറിയേണ്ട കാര്യമില്ലല്ലോ. വെള്ളം കോരാനും കൊണ്ടു. അമ്മയോട് വയ്യാത്ത സമയത്ത് കൊണ്ടുവന്നത് ഞാൻ ആ അറ്റത്ത് പ്രൊമോട്ടറിൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നായിരുന്നു തന്നെ. പിന്നെ ഇപ്പോൾ അന്നിപ്പോൾ പഠിക്കാൻ പോണ സമയമാണ്. പണിക്ക് പോണ സമയത്ത് ഇപ്പോൾ വെള്ളം കൊണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പണിക്ക് വേണ്ട വീട്ടിൽ നിന്ന് അത് ചെയ്യാം. എന്താ വേണ്ടത്? എന്നാൽ ഞാൻ നാളെ മുതൽ ഞാൻ പണിക്ക് പോകാം. മതിയോ? അപ്പോൾ എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.